നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നാടിനെയും നാട്ടുകാരെയും ഉത്സവലഹരിയിലാഴ്ത്തുന്ന ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീ സംരംഭകരുടെ ഏറ്റവും വലിയ വ്യാപാരോത്സവമായ ദേശീയ സരസ് മേളയ്ക്ക് ജനുവരി 2 മുതൽ 11 വരെ പാലക്കാട് ജില്ലയിലെ തൃത്താല നിയോജക മണ്ഡലത്തിലെ ചാലിശ്ശേരി വേദിയാകുമെന്ന് മന്ത്രി എം ബി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള കുടുംബശ്രീ മിഷൻ കേരളത്തിൽ സംഘടിപ്പിക്കുന്ന 13ാമത് സരസ് മേളയാണ് ചരിത്രത്തിലാദ്യമായി തൃത്താലയിലെത്തുന്നത്. ചാലിശ്ശേരി മുലയമ്പറമ്പ് മൈതാനത്തും സമീപത്തും ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക വേദിയിലാണ് മേള നടക്കുന്നത്. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ആഭരണങ്ങൾ, പ്രദർശന വിപണന സ്റ്റാളുകളിൽ കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ, ഗൃഹോപകരണങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും. ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടന സമ്മേളനം 2026 ജനുവരി 2 വൈകിട്ട് 4:30 തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്പീക്കർ എൻ ഷംസീർ വിശിഷ്ടാതിഥിയായി എത്തും. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, അബ്ദുൾ സമദ് സമദാനി എം പി, വി കെ ശ്രീകണ്ഠൻ എം പി എന്നിവർ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായിരിക്കും. സമാപന സമ്മേളന ഉദ്ഘാടനം ജനുവരി 11 വൈകിട്ട് 6 മണിക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും. കെ രാധാകൃഷ്ണൻ എം പി, പ്രശസ്ത സിനിമാ താരം മഞ്ജു വാര്യർ എന്നിവർ മുഖ്യാതിഥികളായെത്തും. കൂടാതെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്, റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു, വ്യവസായ കയർ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ്, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ എന്നിവർ വിവിധ ദിവസങ്ങളിലെ സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ MLA-മാരായ പി മമ്മിക്കുട്ടി, പി സുമോദ്, മുഹമ്മദ് മൂസിൻ, കെ പ്രേംകുമാർ, UR പ്രദീപ്, KT ജലീൽ, കെ ശാന്തകുമാരി, AC മൊയ്തീൻ, N ഷംസുദ്ദീൻ, കെ ബാബു, KA ആബിദ് ഹുസൈൻ തങ്ങൾ, പി നന്ദകുമാർ എന്നിവർ വിവിധ ദിവസങ്ങളിലായി ആശംസകൾ അറിയിക്കും. ഇതര സംസ്ഥാനങ്ങളിലെയും രുചി വൈവിധ്യമിളമ്പുന്ന 30-ലധികം സ്റ്റാളുകളടങ്ങുന്ന മെഗാ ഇന്ത്യൻ ഫുഡ് കോർട്ട്, പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന നൃത്തനിശകൾ, പ്രാദേശിക കുടുംബശ്രീ കലാകാരികളുടെയും അംഗങ്ങളുടെയും വൈവിധ്യമാർന്ന കലാവിഷ്കാരങ്ങൾ, തൃത്താല മണ്ഡലത്തിലെ പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ആദരസന്ധ്യകൾ, സെമിനാറുകൾ, പുഷ്പമേള, ഹാപ്പിനെസ് കോർണർ തുടങ്ങിയവയെല്ലാം മേളയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സരസ് മേളയ്ക്ക് മുന്നോടിയായി ജനുവരി 1 വൈകിട്ട് 6 മണിക്ക് വയലി മ്യൂസിക് ബാൻഡ് ഷോയും 7:30 ഉറവ് പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടും ഉണ്ടായിരിക്കും. ആദ്യ ദിനമായ ജനുവരി 2 മട്ടന്നൂർ ശങ്കരൻകുട്ടി, ശരത് പ്രകാശ് ഉള്ളേരി എന്നിവർ അവതരിപ്പിക്കുന്ന ത്രയ മ്യൂസിക്കൽ ഫ്യൂഷൻ, 2ാം ദിനം സിനിമാ താരം നവ്യ നായർ അവതരിപ്പിക്കുന്ന ഭരതനാട്യ കച്ചേരി, 3ാം ദിനത്തിൽ റിമി ടോമി അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഷോ, 4ാം ദിനത്തിൽ പ്രശസ്ത ഗായിക പുഷ്പാവതി അവതരിപ്പിക്കുന്ന ഗാനസന്ധ്യ തുടങ്ങി എല്ലാ ദിവസവും വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും. കൂടാതെ തൃത്താലയിലെ കലാസാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തിയ 300-ൽ പരം വ്യക്തികളെ മേളയിൽ ആദരിക്കും. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യും. തൃത്താല മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലായി 33 ഏക്കറിൽ സരസ് വിവിധയിനം പച്ചക്കറികൾ കുടുംബശ്രീ അംഗങ്ങളും സംഘകൃഷി ഗ്രൂപ്പുകളും കൃഷി ചെയ്തു വരുന്നുണ്ട്. മേളയോടടുക്കുന്ന ദിവസങ്ങളിൽ പച്ചക്കറികൾ വിളവെടുക്കും. പ്രചരണത്തിന്റെ ഭാഗമായി 30-ാം തീയതി കൂട്ടുപാത മുതൽ ചാലിശ്ശേരി വരെ മിനി മാരത്തോൺ സംഘടിപ്പിക്കും. ആദ്യമായിട്ടാണ് സരസ് മേളയ്ക്ക് തൃത്താല വേദിയാവുന്നത്. ഒരു വർഷം 2 സരസ് മേളയാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കാറുള്ളത്. ഇതിപ്പോ 13ാമത്തെ സരസ് മേളയാണ്. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, അതുപോലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകൾ ഈ സരസ് മേളയിലുണ്ടാവും. ഇവിടെ നിന്നെല്ലാമുള്ള സംരംഭകർ, സ്ത്രീ സംരംഭകർ ഈ മേളയിൽ എത്തിച്ചേരും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDF-ലെ PR കുഞ്ഞുണ്ണിയെ തെരഞ്ഞെടുത്തു. LDF UDF മുന്നണികൾ തുല്യ സീറ്റുകൾ നേടിയതോടെ നറുക്കെടുപ്പിലൂടെയാണ് ബ്ലോക്ക് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് തലക്കശ്ശേരി ഡിവിഷനിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി ബാവ മാളിയേക്കലിനെതിരെയാണ് നറുക്കെടുപ്പിലൂടെ PR കുഞ്ഞുണ്ണി പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുത്തത്. കൂറ്റനാട് ഡിവിഷനിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി വിജയിച്ച PR കുഞ്ഞുണ്ണിയുടെ കഴിഞ്ഞ ഭരണസമിതിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്നു. ആനന്ദ കണ്ണീരണിഞ്ഞ PR കുഞ്ഞുണ്ണി ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ച നേതാക്കൾ.
തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി PR കുഞ്ഞുണ്ണിയെ തെരഞ്ഞെടുത്ത ശേഷമാണ് വൈകാരിക രംഗങ്ങൾ അരങ്ങേറിയത്. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു പിന്നാലെ സന്തോഷമടക്കാനാകാതെ വികാരാധീനനായി PR കുഞ്ഞുണ്ണി. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിയായി പ്രഖ്യാപിച്ചതിനു പിന്നാലെ അദ്ദേഹം ആനന്ദക്കണ്ണീർ അണിഞ്ഞു. തന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ സുപ്രധാനമായ നിമിഷത്തിൽ പാർട്ടി നൽകിയ വിശ്വാസത്തിന് കണ്ണീരോടെയാണ് അദ്ദേഹം നന്ദി പ്രകാശിപ്പിച്ചത്. വിജയപ്രഖ്യാപനത്തിന് ശേഷം പുറത്തേക്ക് വന്ന PR കുഞ്ഞുണ്ണി CPIM തൃത്താല ഏരിയ സെക്രട്ടറി TP മുഹമ്മദിനെ കണ്ടതോടെ കൂടുതൽ വികാരാധീനനായി. ഏരിയ സെക്രട്ടറിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ സന്തോഷം പങ്കുവച്ചത്. മുൻ തൃത്താല MLA VK ചന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും അദ്ദേഹത്തിന് അഭിനന്ദനമർപ്പിക്കാനെത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ AP രാമദാസിനെ തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിലെ ഫൗസിയ സൈദലവിയാണ് വൈസ് പ്രസിഡന്റ്. UDFന് തുടർഭരണം ലഭിച്ച പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിലെ AP രാമദാസിനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 16 ഡിവിഷനിലുള്ള ബ്ലോക്കിൽ UDFന് 12 സീറ്റും LDFന് 4 സീറ്റുമാണ് ഉള്ളത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് LDFിലെ M ശങ്കരൻകുട്ടിയാണ് മത്സരിച്ചത്. 4-നെതിരെ 12 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിലെ AP രാമദാസിനെ തിരഞ്ഞെടുത്തത്. തുടർന്ന് AP രാമദാസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാമദാസ് മാസ്റ്റർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കൊപ്പം ഡിവിഷനിലുള്ള അംഗമാണ് AP രാമദാസ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ മുൻ ഭരണസമിതിയിലെ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായിരുന്നു. വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ ഫൗസിയ സൈദാലിയെയും തിരഞ്ഞെടുത്തു. LDFിൽ നിന്നും PK പ്രസന്നയാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. 4-നെതിരെ 12 വോട്ടുകൾക്കായിരുന്നു ഫൗസിയ സൈദലവിയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കൈപ്പുറം ഡിവിഷനിൽ നിന്നുമാണ് ബ്ലോക്കിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്ലോക്ക് വൈസ് പ്രസിഡന്റായി ഫൗസിയ സൈദലവിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടാമ്പി നഗരസഭയിലെ ചെയർമാൻ, വൈസ് ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആഘോഷമാക്കി. ആഘോഷമാക്കിയായിരുന്നു പട്ടാമ്പിയിൽ പുതിയതായി തെരഞ്ഞെടുത്ത നഗരസഭാ ചെയർമാൻ TP ഷാജിയുടെയും വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്ത അസ്ന അനീഫിയുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. മേലെ പട്ടാമ്പി കൂൾ സിറ്റി പരിസരത്ത് വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. ചെറു ഘോഷയാത്രകളായി സ്വീകരണ ചടങ്ങിലേക്ക് ഒഴുകിയെത്തി. ചെയർമാൻ TP ഷാജിക്ക് റിട്ടേണിംഗ് ഓഫീസറും വൈസ് ചെയർപേഴ്സൺ അസ്ന അനീഫയ്ക്ക് ചെയർമാൻ TP ഷാജിയുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്ടാമ്പി മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട അസ്ന ഹനീഫ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ
കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നൂറുകണക്കിന് ആളുകളാണ് ചടങ്ങിൽ സന്നിഹിതരായിരുന്നത്. VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെയുള്ള നേതാക്കളും ചടങ്ങിലേക്കെത്തി. ഇന്ന് പട്ടാമ്പി നഗരസഭ ആണെങ്കിൽ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് ചില്ലറ ഭൂരിപക്ഷമല്ല, ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് UDF പട്ടാമ്പി നഗരസഭ പിടിച്ചതെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ട പ്രവർത്തകരും അതിലേറെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച നേതാക്കന്മാരുമാണ്. അതിൽ മുന്നണി പോരാളിയായി നിന്നത് ഷാജിയും ബാപ്പുട്ടിക്കയും ഉൾപ്പെടെയുള്ള ഏറ്റവും നല്ല ടീമാണ്. ഈ ടീം ഇതുപോലെ ഒരുമിച്ച് നിന്നാൽ പട്ടാമ്പി നഗരസഭ ചെയർമാൻ സ്ഥാനവും അല്ലെങ്കിൽ നഗരസഭാ ഭരണം മാത്രമല്ല, ഇനി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വരാൻ പോകുന്ന പട്ടാമ്പി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF വെന്നിക്കൊടി പാലിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ മണ്ഡലമായി പട്ടാമ്പി നിയോജക മണ്ഡലം മാറണം. ഇതിനേക്കാൾ ഇരട്ടി 4 ഇരട്ടി, ഇതിപ്പോ പട്ടാമ്പിക്കാർ മാത്രമേ ഉള്ളൂ, ഈ നിയോജക മണ്ഡലത്തിലെ 10,000-കണക്കിന് പ്രവർത്തകർ നയിക്കുന്ന വലിയൊരു മുന്നേറ്റത്തിന് നമുക്ക് എല്ലാവർക്കും സാക്ഷിയാകണം. അതിന് നിങ്ങൾ എല്ലാവരും ഏറ്റവും നന്നായി നാളെ മുതൽ പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ടൗണിലേക്ക് ഘോഷയാത്രയും ഉണ്ടായി. താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഘോഷയാത്രയിൽ അണിനിരന്നത്. സംരക്ഷണങ്ങൾക്ക് വേണ്ടി തീരുബന്ധമായി കത്തിച്ചടിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഐക്യ ജനാധിപത്യത്തിന്റെ കരുന്ന മതന്മാരണിനിരിക്കുന്ന ഐതിഹാസികമായ വിജയാഘോഷയാത്രയാണ് പിന്നീട് കൽപ്പകയിൽ നിന്നും പ്രൗഢോജ്വലമായി തുടക്കം കുറിച്ച് പട്ടാമ്പി നഗരസഭയുടെ അധികാരത്തിന്റെ സോപാനത്തിലേക്ക് സത്യവാചകം ചിന്തിക്കുന്നു. ഷാഫിയുടെയും ഹസനയുടെയും നേതൃത്വത്തിലുള്ള 19 കൗൺസിലർമാർ ഇതുവഴി ഉന്നതം പുലർത്തിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക പ്രിയമുള്ളവരെ. 5 വർഷക്കാലത്തെ ജനങ്ങളുടെ ഭരണത്തിന് നന്ദി കുറിച്ചുകൊണ്ട് UDFന്റെ ക്ഷണപ്രതിജ്ഞ വിജയം കൊണ്ടുവന്നും കൈകൊള്ളുന്നുണ്ട്. ഹൃദയം കവർന്നെടുത്തുകൊണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDFിലെ PP വിജയൻ പ്രസിഡന്റായി. 24-അംഗ ബോർഡിൽ 11 വോട്ടുകൾ നേടിയാണ് PP വിജയൻ പ്രസിഡന്റായത്. LDFിലെ പ്രിയ പ്രശാന്താണ് വൈസ് പ്രസിഡന്റ്. 24 വാർഡുകളുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ LDFിന് 11ഉം UDFിന് 8ഉം SDPക്ക് 5ഉം സീറ്റുകളാണ് ഉള്ളത്. ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം 13ആണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFിലെ PP വിജയനും UDFിലെ P ഉണ്ണികൃഷ്ണനും SDPയിലെ ജുനൈദുമാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഇതിൽ PP വിജയന് 11 വോട്ട് ലഭിച്ചപ്പോൾ P ഉണ്ണികൃഷ്ണന് 7 വോട്ടാണ് ലഭിച്ചത്. UDFിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായി. SDPയിലെ ജുനൈദിന് 5 വോട്ടും ലഭിച്ചു. UDF SDP സ്ഥാനാർത്ഥികളുടെ ആകെ വോട്ട് 12ഉം LDF സ്ഥാനാർത്ഥിയുടെ 11 വോട്ടും ലഭ്യമായ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായില്ല. വീണ്ടും 1-2 സ്ഥാനക്കാരെ മത്സരിപ്പിച്ചുള്ള വോട്ടിംഗും നടന്നു. ഇതിൽ LDFിന് 11 വോട്ടും UDFിന് 8 വോട്ടുമാണ് ലഭിച്ചത്. തുടർന്നാണ് LDFിലെ PP വിജയനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. PP വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. PP വിജയൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യും. മുഹമ്മദ് മുഹസിൻ MLA ഉൾപ്പെടെയുള്ളവരും പുതിയ പ്രസിഡന്റിന് അഭിനന്ദനം അർപ്പിക്കുവാൻ പഞ്ചായത്തിൽ എത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷമായി LDF പഞ്ചായത്തിൽ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി മുന്നോട്ടു പോകുമെന്ന് പുതിയ പ്രസിഡന്റ് PP വിജയൻ പ്രതികരിച്ചു. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണം, ഗ്രാമീണ റോഡുകളുടെ തകർച്ച പരിഹരിക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും PP വിജയൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പഞ്ചായത്തിന്റെ ഭരണം, ആ ഭരണത്തിന്റെ വികസന തുടർച്ച എന്ന് തന്നെയാണ് ഈ ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. പ്രധാനമായും ഊന്നൽ നൽകുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, വല്ലപ്പുഴ പഞ്ചായത്തിലും ഓങ്ങല്ലൂർ ആ പഞ്ചായത്തിലെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി ജലജീവൻ മിഷന്റെ എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നാണ് ആദ്യത്തെ നടപടി. അതിനോടൊപ്പം തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ജലജീവൻ മിഷന്റെ പൈപ്പിടലിന് വേണ്ടി പൊളിച്ചിട്ട ഒരുപാട് റോഡുകളുണ്ട്, ഗ്രാമീണ റോഡുകൾ. ആ ഗ്രാമീണ റോഡുകൾ അടിയന്തരമായി പണി പൂർത്തീകരിക്കുക എന്ന 2 കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ
569 ആള് ഇപ്പൊ ലൈഫിൽ ഇവിടെ എഗ്രിമെന്റ് വെച്ച ആളുകളുണ്ട്. അതിൽ പണി തുടങ്ങിയവരുണ്ട്, തുടങ്ങാൻ പകുതിയായവരും മുഴുമിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അതും ലൈഫ് ഭവന പദ്ധതി അടിയന്തരമായി പൂർത്തീകരിക്കും. അതിനോടൊപ്പം തന്നെ മനസ്സോടിത്തിരി മണ്ണ് എന്ന ഒരു സംവിധാനത്തിന്റെ, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി ഭൂരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ഓങ്ങല്ലൂരത്തെ ഒരു അംസ എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ ഭൂമിയും വീടുമില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കും. വൈസ് പ്രസിഡന്റായി LDF-ൽ നിന്നുമുള്ള CPI-യിലെ പ്രിയ പ്രശാന്തിനെയും തിരഞ്ഞെടുത്തു. മുൻ ഭരണസമിതിയിലെ സ്ഥിരസമിതി അധ്യക്ഷ കൂടിയായിരുന്നു പ്രിയ പ്രശാന്ത്. കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം LDF-ന്, വൈസ് പ്രസിഡന്റ് സ്ഥാനം UDF-ന്. നറുക്കെടുപ്പിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ലെ വത്സല കോരങ്ങാട്ടിലിനെ പ്രസിഡന്റായും UDF-ലെ അജയ് ഘോഷിനെ വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുത്തു. നറുക്കെടുപ്പിലൂടെയായിരുന്നു ഇരുവരെയും തിരഞ്ഞെടുത്തത്. 2020 നടന്ന തിരഞ്ഞെടുപ്പിന്റെ തനിയാവർത്തനമായിരുന്നു ഇത്തവണയും കൊപ്പത്ത് അരങ്ങേറിയത്. 20 വാർഡുള്ള പഞ്ചായത്തിൽ LDF-നും UDF-നും 10 സീറ്റുകൾ ലഭിച്ച് തുല്യ കക്ഷിനിലയിൽ എത്തുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDF-ലെ 12ാം വാർഡിൽ നിന്നുള്ള വത്സല കോരങ്ങാട്ടിലും UDF-ൽ നിന്ന് 9ാം വാർഡിലുള്ള ജംഷീറ ഷിഹാബലിയുമാണ് മത്സരിച്ചത്. ഇരുവർക്കും 10 വോട്ടുകൾ വീതം ലഭിച്ചതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങി. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ വത്സല കോരങ്ങാട്ടിലിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തുടർന്ന് വത്സല കോരങ്ങാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വത്സല കോരങ്ങോട്ടിൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷമുണ്ടെന്ന് അവർ പ്രതികരിച്ചു. പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ആദ്യമേ സന്തോഷം അറിയിക്കുകയാണ്. ഇതുവരെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭരണസമിതി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലം ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ വിജയം ആണ് ഞങ്ങൾ കരുതുന്നു. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തുകൊണ്ട് ഞങ്ങൾ വീണ്ടും തുടരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. തുടർന്ന് LDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദപ്രകടനവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ലെ 1ാം വാർഡിൽ നിന്നുമുള്ള T ഉണ്ണികൃഷ്ണനും UDF-ൽ നിന്നും 7ാം വാർഡിൽ നിന്നുമുള്ള അജയ് ഘോഷുമാണ് മത്സരിച്ചത്. ഇരുവർക്കും 10 വോട്ടുകൾ കിട്ടിയതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങി. നറുക്കെടുപ്പിൽ അജയ് ഘോഷിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. വരണാധികാരി KT സുമതി തിരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. അജയ് ഘോഷും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അജയ് ഘോഷ് B എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതിലും അജയ് ഘോഷ് സന്തോഷം പങ്കുവച്ചു. ഞാൻ വൈസ് പ്രസിഡന്റായിട്ട് സ്ഥാനമേറ്റിരിക്കുകയാണ്. ഈ നാട്ടിലെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വൈസ് പ്രസിഡന്റായും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഊർജ്ജവും സ്രോതസ്സും എല്ലാവരുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടട്ടെ. അതിന് സർവേശ്വരൻ എനിക്ക് ശക്തി നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടർന്ന് UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദപ്രകടനവും നടത്തി. ഇതോടെ നെളിയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.